പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ മരണവാർഷികമാചരിക്കുന്ന ഈ ദിവസത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എല്ലാവരും അങ്ങയെ പ്രാർത്ഥിക്കുന്നു. കൃപതൻ വിളനിലമേ പാപികൾ ഞങ്ങളിതാ നിൻ കൃപ തേടുന്നു. ദുഃഖിതരങ്ങേ തൃപ്പാദം ഭക്തിയോടെന്നും കൂപ്പുന്നു. വൈരികളാലെ വലൈതരാം ഞങ്ങൾക്ക് അപകടമടയാതെ നാദാമേ അഭയം നൽകണമേ. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് സാക്ഷിയായി ജീവിച്ച ഈ സഹോദരിയെ പ്രകാശത്തിന്റെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ ശുദ്ധിയുള്ളവരാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതകാലത്ത് അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഈ സഹോദരിയെ മരണശേഷം അങ്ങ് മറന്നു കളയരുതേ. നിത്യാനന്ദത്തിന് പറുദീസായി സഹോദരിക്ക് തുറന്നു കൊടുക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്നവനും മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മാപ്പ് തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ഇസ്രായേലും അങ്ങയെ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കര നിറഞ്ഞവനുമായ കർത്താവേ, ഈ സഹോദരിയുടെ ആത്മാവിന് ആശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സർവശക്തനായ ദൈവമേ, ലോകത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ഞങ്ങൾ ഈ പ്രിയപ്പെട്ട സഹോദരിയെയും പരിശുദ്ധന്മാരുടെ നിത്യപഥത്തിലേക്കും സ്വീകരിക്കുമാറാകണമേ. ഈ സഹോദരിയുടെ മരണവാർഷികം ആചരിക്കുന്ന എളിയവരായ ഞങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളോടെ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഈ ഭവനത്തിലും ഇതിൽ വസിക്കുന്നവർക്കും സമാധാനം. ആമേൻ. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായവരെ ആശീർവദിച്ച ദൈവമേ, ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഇവിടുന്ന് നന്ദിയാത്ര പറഞ്ഞു പിരിഞ്ഞു പോയവർ നിത്യാനന്ദം കൽപ്പിച്ചിടണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഇതും ഐശ്വര്യപൂർണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമത്തിലൂടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തി
രക്ഷിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ മക്ബായരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12 39 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ എടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരിക്കുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടി മക്ബായക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജെമിനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ് നടത്തി 12,000 ദ്രാഹ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. ഉദ്ധാനത്തിലുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർത്തുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അരുളിച്ചെയ്യുന്നു: എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുന്ന അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന ആ സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മരിച്ചുപോയ നമ്മുടെ സഹോദരിയുടെ ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചെടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിക്ഷകളിൽ നിന്നെല്ലാം മോചനം നൽകി ഇയാളിന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഇയാളിന്റെ ശിക്ഷകളെല്ലാം അടച്ചു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ പ്രവേശിക്കുമെന്ന് നല്ല കടലോട് അരുളി ചെയ്ത കർത്താവേ, ഈ ആത്മാവിന്റെ കരകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയ സഹോദരിയുടെ ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചരുളണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടുന്നേ. മനുഷ്യനു ജന്മം നൽകിയ നാഥാ,
മൃതരുണരുന്നു നിത്യവിരും പുലരി വരുന്നു. സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുടേണം. സ്നേഹസമനായ ദൈവമേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ പ്രിയ സഹോദരിയുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ സഹോദരിക്ക് മോചനം നൽകുകയും ഇവരുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും